ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് തനി നാടൻ സ്റ്റൈലിലുള്ള തട്ടുകടയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ചിക്കൻ ലിവർ പെപ്പർ ഫ്രൈ കണ്ടു നോക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അതേ രുചി തന്നെ ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കൻ ലിവർ ഇങ്ങനെ പാക്കറ്റായിട്ട് കിട്ടും. നാട്ടിലാണെങ്കിൽ നിങ്ങൾ ചിക്കൻ സ്റ്റാളിൽ ആദ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ ചിക്കൻ ലിവർ എടുത്ത് വെക്കും. ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കൻ ലിവർ എടുത്തിട്ടുണ്ട്. 1-2 മുറിച്ചതിന് ശേഷം ഉപ്പും ലിമണൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ലിവറാണിത്. ഇതിൽ 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് കൈയോട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കണം. കൈയോട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നാലേ മസാലയൊക്കെ ശരിക്കും അങ്ങ് ലിവറിൽ പിടിക്കൂ. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു കടായിയോ ഫ്രൈങ് പാനോ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം 2 വെല്ലുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റി ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ചേർത്ത് ഇളക്കി ഒരു നല്ലൊരു മൂത്ത മണം വരുന്നവരെ വഴറ്റാം. അതിനുശേഷം നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ലിവർ ഇതിൽ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ലിവർ ചേർത്ത പാട് നിങ്ങൾ കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഒന്നിത് ഇളക്കിയെടുക്കണം. ഒന്ന് നല്ലോണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം. അത് അന്നേരം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കണം. പിന്നെ കുറച്ച് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അന്നേരം മീഡിയം ഫ്ലെയിം ആക്കിയാൽ മതി. ഉപ്പ് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി ലിവറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇട്ടാൽ മതി. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കരുത്. ചട്ടകത്തോട് നല്ലോണം ഒന്ന് ഇളക്കരുത്. ഇളക്കുമ്പം അന്നേരം ലിവർ ഒന്ന് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാൽ മതി. ഇടയ്ക്കിടെ ഒന്ന് തുറക്കുക, ഒന്ന് ഇളക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് ലിവർ ഒന്ന് വേവാകുന്നവരെ. ഇവിടെ ഇപ്പം ലിവർ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. അതിനുശേഷം 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി മുകളിൽ തൂക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ലിവർ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കതൊരു സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ചപ്പാത്തി, പൂരി, പത്തിരി, നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. തനി നാടൻ രുചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ ലിവർ ആയതുകൊണ്ട് ഇത് നല്ല സോഫ്റ്റാണ്. പിന്നെ പാർട്ടിയിലൊക്കെ നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ടും ഇത് വിളമ്പാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം. അതുവരെക്കും ബൈ.